അളിയോ അളിയാ അളിയാ അളിയനെ കുറിച്ച് ചെറ്റകൾ അനാവശ്യം പറഞ്ഞളിയാ. എനിക്ക് സഹിക്കുവോ പെങ്ങളെ? അയ്യോ എനിക്ക് സഹിക്കുവോ പെങ്ങളെ? കൊടുത്ത് ഞാൻ കണക്കില്ല. അളിയന്റെ ഇമേന്ന് പറഞ്ഞാൽ എന്റെ ഇമേജ, എന്റെ ഇമേന്ന് പറഞ്ഞാൽ അളിയന്റെ ഇമേജ. നമുക്കൊരു രീതി വെച്ച് നോക്കിയില്ലേ? അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ലളിയാ. അയ്യോ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ പൊന്ന് ജാനകി, ഈ ഒറ്റ കാര്യം മതി ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റ. നീ പോ. ഭഗവാനെ, വിളമ്പി തരാൻ പോലും ആരുമില്ല. സാമ്പാറെങ്കിൽ സാമ്പാർ. പാപ്പച്ച, ഞാൻ പറഞ്ഞില്ല, സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന്. നുണയാണ്, നിങ്ങൾക്കറിയാം. ഇത് വലിയ കഷ്ടമുണ്ടോ ലക്ഷ്മി? നിക്കൂ, ഇത് കുമാരന് കൊടുക്കണം പ്ലീസ്. സാറേ പോടാ, കുമാരനെ തന്നോടാ പറഞ്ഞത് പോവാൻ. ഓടോ സാറൊന്ന് കണ്ട പോയിക്കോളാം ഞാൻ. സാറേ ഇങ്ങോട്ട് വേണോ? അപ്പൊ ഇവിടുന്ന് അകത്തേക്ക് ഏറ്റോട്ട് പറഞ്ഞോ? അങ്ങോട്ട് മാറിയുന്നേ. ചലച്ചിത്രഗാനം കേൾക്കാനല്ലേ കുമാര? ഇവിടെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇതെന്റെ സ്വന്തം കാലാ. ഒരു മിനിറ്റ്. എന്താ? ഞാനിപ്പോ ഒരു ഹംസായില്ലേ. ഹംസേ? നീ എപ്പോ മതം മാറി? അയ്യേ, ഹംസയല്ല, അരയന്നം, ഹംസം. ദൂതുമായിട്ട് വന്നതാ. താമരയിലകളിൽ അരയെന്ന പെൺകോടി കാമലേഖനമെഴുതുമ്പോൾ. അയ്യടാ, ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഞാനിതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് നിനക്കറിയാമോ? നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെയൊന്ന് വാങ്ങിച്ചെണ്ണം. അതിപ്പോ ഞാനെങ്ങനെയാ? നീ വിചാരിച്ചാൽ അത് നടക്കും. പിന്നെ നിന്നെ ഇവിടെ നിർത്തിയേക്കണേ. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കത്ത്. അളിയനെന്തോ ആപത്ത് വരാൻ പോകും. അതും അളിയൻ അറിയാതെ. അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ രഹസ്യം അറിയണം. സാറായിരുന്നു. നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും. അയ്യോ എനിക്കിപ്പൊ പറയാൻ വയ്യ, നാളെ പറഞ്ഞേക്കാം. കള്ളനാണെന്ന് കരുതി അറിയാതെ. കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ, ദൈവം പോലും പൊറുക്കത്തില്ല. തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട. വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ച് നിന്റെയൊക്കെ പണി കളയുന്നേ? പോ 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 പോ. എന്താണീ കാണിക്കുന്നേ? അമ്മാവി എന്തായാലും ഇവളെ ഞാൻ കെട്ടാൻ പോവാ. പിന്നെന്തിനാ അവള് വെറുതെ കിടന്ന് കാണുന്നത്? അമ്മാവി ഒന്ന് പറഞ്ഞു കൊടുക്ക്. കുമാരാ,
എന്താ? ഇതാരാ പൊട്ടിച്ചത്? ഇങ്ങനെയാ തോട്ടം നോക്കുന്നേ? വലിയ ഗാർഡനർ ആണത്രേ. സ്റ്റുപ്പിഡ്. തുപ്പിടെന്ന് പറഞ്ഞ ചീത്തവാക്കെന്ന് മനസ്സിലായി, പക്ഷെ അർത്ഥം പിടിയിട്ടില്ല. തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാ മതി. കൂടുതൽ മനസ്സിലാക്കണല്ലേ ഈ പണി നിർത്തി കോളേജിൽ പോയി ചേർന്നോ? അപ്പൊ ബിന്ദു കോളേജിൽ പോണത് ഇതൊക്കെ പഠിക്കാനല്ലേ? ബിന്ദുവോ? എന്നെ പേര് വിളിക്കാൻ നീ ആരാ? ഇവിടുത്തെ മജിസ്ട്രേറ്റോ? ആ, വേഗം പണി തീർത്തിട്ട് വാ. ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. എന്താ ഞാൻ പറഞ്ഞു? ബഹളം വെക്കല് വെറുതെ. നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ. ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു. അവനാര്? എന്റെ ബോഡി ഗാർഡോ? ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ. ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. ഇവള് പറയുന്നതിലും കാര്യമില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടത് ഇവളല്ലേ? ഇനി അവനെ വേണ്ടച്ചാ, നമുക്ക് പറഞ്ഞയക്കാം. അന്ന് ആ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരെയും വിശ്വസിക്കണേ. മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടുന്നല്ലേ പറയാറ്? വേണ്ട, എഴുന്നേക്കണ്ട. ഒരായുസ് മുഴുവൻ നിന്റെ അമ്മയെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചു. ഇപ്പൊ നിന്നെയും. ഇനി എനിക്ക് ഈ നാടകം തുടരാൻ വയ്യ. സാർ, ഒരിക്കലെങ്കിലും നീ എന്നെ അച്ഛാന്നൊന്ന് വിളിക്കണം. ഒരിക്കൽ മാത്രം. അച്ഛാ. ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി കിടക്കണം നീ എന്നു മുതലാണ് പോസ്റ്റ്മാനായത്? ആ തെണ്ടി എങ്ങാണ്ട് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവന്റെ കത്തുമായിട്ട് എന്റെ മോളുടെ പുറകെ നടന്നുണ്ടല്ലോ, മുട്ടുകാലിയും തല്ലി ഓടിക്കും. തല്ലൊടിക്കാൻ കൂടെ മാറോ? തന്റെ പെട്ടയൻ അടിച്ചു പൊളിക്കും. തന്റെ മോളവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അത് അവള് ചെയ്ത് സുഹൃത്താ. താൻ എന്ന് 7 ജന്മ തപസ്സിരുന്നാലും ഇതുപോലും വരുമാനം കിട്ടില്ലടോ. നിർത്തടാ, ഞങ്ങളുടെ മാനം കളഞ്ഞിട്ട ചെറ്റയ്ക്ക് വേണ്ടി ന്യായം പറഞ്ഞാലുണ്ടല്ലോ, അതെങ്ങനെയാ ചിലപ്പോ നിനക്കും കാണൂല തന്ത. ഓക്കിരിതരം പറഞ്ഞ അടിച്ചതിന്റെ സിലിണ്ടർ ഞാൻ പറയൂടാ, ഞാൻ ഇനിയും പറയും. നീയും അതേ പിഴച്ചുണ്ടായ വർഗം തന്നെയാ. പഴച്ചുണ്ട്. അത് താനോടോ പുല്ലേ? അവൻ ആരുടെ മോനാന്നറിയാം തനക്ക്? ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മോനാ. അവനിപ്പോ അവരുടെ കൂടെ താമസം. സംശയം ഉണ്ടെങ്കിൽ താൻ അവിടെ ചെന്ന് നോക്ക്. എന്നിട്ട് അവിടെ ചെന്ന് കൂക്ക്. താൻ ഈ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും.